അയ്യോ അപ്പോ ഓക്കെ ഈ ആഷ് വന്നു അല്ലേ? ഓക്കെ. കോൺഫിഗറേഷൻ മോഡിലാണ് പോകണമെന്നുണ്ടെങ്കിൽ കോൺഫിഗ് അതിന്റെ മുന്നേ നമുക്ക് ഇതിൽ എക്സിസ്റ്റിംഗ് കോൺഫിഗറേഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഷോ കോൺഫിഗറേഷൻ ടാബ് അടിച്ചാൽ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആകും. സ്പേസ് അടിച്ചാൽ ഫുള്ള് ഇങ്ങനെ കോൺഫിഗറേഷൻ ആകും. അപ്പൊ നമുക്ക് ഈ കോൺഫിഗറേഷൻ കോപ്പി ചെയ്തിടണമെങ്കിൽ എന്താക്കണ്ടേ? കോൺഫിഗറേഷൻ കോപ്പി ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത് കോപ്പി പേസ്റ്റ് അടിച്ചാൽ മതി. ഇതിപ്പോ നമ്മളിപ്പോ ചെയ്യുന്നതിന് മുമ്പുള്ള എക്സിസ്റ്റിംഗ് കോൺഫിഗറേഷൻ, അപ്പൊ ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് ആണെങ്കിൽ പേസ്റ്റ് ചെയ്യാലോ. അത് നമുക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടേ നോട്ട് പാഡിൽ കോപ്പി ചെയ്തിട്ടാൽ ഓക്കെ. ഡ്രാഗ് ചെയ്ത് ഓൺലൈൻ ഡ്രാഗ് ചെയ്ത് കോപ്പി അല്ലേ, കൺട്രോൾ ചെയ്യല്ലേ? നോട്ട് പാഡ് എടുത്തിട്ട് ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് നമ്മളിപ്പോ ഇത് പിന്നെ ഇത് ഇതിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഓരോ ഐ പി കോൺഫിഗർ ചെയ്തൊക്കെ ഇതിൽ കാണാം. പിന്നെ ഇത് മുൾക്കെടുത്ത് പറഞ്ഞാൽ ഫോണിന്റെ അല്ല കറണ്ട് ഫോണിന്റെ ഇതാണ്. ഫോണിന്റെ ഒരു നമ്പറും ഉണ്ടാവും. പിന്നെ ഫോൺ അത് കോൺഫിഗർ ചെയ്യണം. ഫോണിന്റെ നമ്പർ വേണം, ഫോണും കോൺഫിഗർ ചെയ്യണം. അതിന്റെ പോർട്ട് ഇതെല്ലാം മാക് അഡ്രസ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യണ്ട? ഫോണല്ലോ കോൺഫിഗർ ചെയ്യണം. ആദ്യം നമ്പർ കോൺഫിഗർ ചെയ്യണം. നമ്പർ കോൺഫിഗർ എന്നിട്ട് ഈ നമ്പർ ഫോണിൽ കൊടുക്കണം. ഓക്കെ. ആദ്യം നമ്പർ വേണം. വോയിസ് രജിസ്റ്റർ DN ഡയറക്ടറി നമ്പർ 1. അങ്ങനെ 3 എണ്ണം എത്രണ്ണം കൊടുത്തതാണ് ഒന്നിച്ചിട്ട് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ DN 12 കൊടുക്കാം. നമ്പർ ഏതാ വേണ്ടിയത് ഉള്ള നമ്പർ കൊടുക്കാം. 2011 അല്ല. പിന്നെ നെയിം, പിന്നെ ലാബിൽ പറഞ്ഞാൽ ഫോണിൽ കാണുന്നുണ്ട്. അല്ല ഇതിലിപ്പോ അപ്പോ ഇത് സാധാരണ ഇത് ചെയ്യേണ്ടത് ഇതിപ്പോ കോൺഫിഗറേഷൻ മോഡല്ലല്ലോ, ഇത് ജസ്റ്റ് കോൺഫിഗറേഷൻ മോഡിന് കോൺഫിഗ് ടെർമിനൽ ഇനിയിപ്പോ കോൺഫിഗറേഷൻ മോഡൽ ഇനിയാണ് കോൺഫിഗറേഷൻ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി കോൺഫിഗർ ഇപ്പൊ വോയിസ് രജിസ്റ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് ചെയ്യാം അല്ലെ? വോയിസ് രജിസ്റ്റർ DN 12 കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ 12 കയറും. നമ്പർ അസൈൻ ചെയ്യും, നെയിം അസൈൻ ചെയ്യും, ലാബൽ അസൈൻ ചെയ്യും. ഓക്കെ. അല്ല അത് വോയിസ് രജിസ്റ്റർ DN 12 എന്ന് കൊടുത്തിട്ട് എൻ്റർ ചെയ്യണം. എൻ്റർ ചെയ്യണം. ഓരോ ഇതും എൻ്റർ ചെയ്യണം. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കൊടുക്കണം, ഈ മാർക്ക് കൊടുക്കണം. വേണ്ട, ജസ്റ്റ് കോൺഫിഗറേഷനിലെ സ്പേസ് കാണിക്കണം. ഓക്കെ. പിന്നെ ഫോൺ കോൺഫിഗറേഷൻ അതെന്താണ്? വോയിസ് രജിസ്റ്റർ പൂളാണ്. പൂൾ 1. പൂള് 12 ആയിരിക്കും. 12 കൊടുക്കണമെന്നില്ല. ഇതിലിപ്പോ അടുത്ത സീക്വൻസ് 12 ആയിരിക്കണം. 12 കൊടുക്കുക. പിന്നെ ഇത് വേണ്ട, ഇത് ഓട്ടോമാറ്റിക് വരുന്നതാണ്. ഇതാണ് നമ്മൾ മാക് അഡ്രസ് കൊടുക്കുന്നത്. ID മാക്. എന്നിട്ട് ഈ ഫോർമാറ്റിൽ കൊടുക്കണം. 4 എണ്ണം ഒരു ഡോട്ട്, 4 എണ്ണം ഒരു ഡോട്ട്, 4 എണ്ണം. പിന്നെ നമ്മളെ ഫോണിന്റെ ടൈപ്പ് 8851 ആണ്. അടുത്തത് ഈ ഫോണിന് നമുക്ക് വേണേൽ കുറെ മൾട്ടിപ്പിൾ നമ്പർ കൊടുക്കാം. അപ്പൊ നമ്പർ 1 ആദ്യത്തെ നമ്പർ നമ്മൾ നേരത്തെ കോൺഫിഗർ ചെയ്തില്ല 12, ഡയറക്ടറി നമ്പർ 12 കൊടുക്കാം. നമ്പർ 1 എന്താണ്? അപ്പൊ ആ ഫോണില് നമുക്ക് മൾട്ടിപ്പിൾ നമ്പർ കൊടുക്കാം. അതായത് 2012 2013 2 നമ്പർ കൊടുക്കാം. വിളിച്ചാൽ ആ ഫോണിന്റെ പോകും. നമ്പർ 1 ഒരു നമ്പറേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ 2 നമ്പർ കൊടുക്കുന്ന നമ്പർ 2 കൊടുക്കണം. 2 നമ്പറേക്ക് നമ്പർ 1 ഏത് ഡയറക്ടറി നമ്പർ കൊടുക്കാം.
നമ്പർ 2 ഏത് ഡയറക്റ്റ് ഓക്കെ. ഒരു നമ്പർ ഉള്ളതുകൊണ്ട് DN നമ്പർ 1 DN 12. DTMF റിലെ സിപ്പ് കേട്ടിട്ടുണ്ട്. അത് കുറച്ച് അഡ്വാൻസ്ഡ് സാധനം. അതിന്റെ കീ ബട്ടണൊക്കെ പോകുന്ന പ്രോട്ടോകോൾ. ഓക്കെ. ഈ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ സിഗ്നൽസ് പോകുന്ന അതിന്റെ ഫ്രീക്വൻസി കാര്യങ്ങളൊക്കെ. പിന്നെ ഡിസ്ക്രിപ്ഷന് പ്രോപ്പർട്ടി നമ്പർ. അത് ഇതെങ്ങനെ നീ അടിക്കുന്നില്ല? നമ്മൾ യൂസ് ചെയ്യുന്ന കൊടാക്ക് ഇതാണ്. പിന്നെ നോ വാഡ് ആവശ്യമില്ല. ഇതൊരു ഫീച്ചറാണ്. ഓക്കെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എൻ്റർ അടിച്ചു. അത് കഴിഞ്ഞു കോൺഫിഗറേഷൻ ആവുള്ളൂ. ജസ്റ്റ് അടിക്കും. കോൺഫിഗറേഷൻ ഗ്ലോബൽ കോൺഫിഗറേഷൻ. എന്നിട്ട് എന്ത് ചെയ്യാം? വോയിസ് രജിസ്റ്റർ ഗ്ലോബൽ നടിക്കാം. ക്രിയേറ്റ് പ്രൊഫൈൽ. അതായത് റീസ്റ്റാർട്ട് കോൺഫിഗറേഷൻ ചെയ്ത് ഗ്ലോബൽ പ്രൊഫൈൽ വോയിസ് രജിസ്റ്റർ ഗ്ലോബൽ കൊടുക്കുക. പിന്നെ എന്നിട്ട് ക്രിയേറ്റ് പ്രൊഫൈൽ. ഇതൊന്നും അടിക്കണ്ട. ഓക്കെ. പിന്നെ ഇത് സേവ് ചെയ്യാൻ ഇപ്പൊ കോൺഫിഗറേഷൻ എക്സിറ്റ് ആവാനും സേവ് ചെയ്യാനും എക്സിറ്റ് ആവാന് ഇതിന് എക്സിറ്റ് അടിക്കും. ഈ ആഷ് മോഡിന്റെ ആഷ് മോഡിൽ പോയിട്ട് റൈറ്റ് അടിച്ചാൽ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? ഈ കോൺഫിഗറേഷൻ എക്സിറ്റ് അടിച്ചാൽ മതി. എക്സിറ്റ് അടിച്ചു. WR റൈറ്റിന്റെ ഷോർട്ടാണ്. റൈറ്റ്. ഓക്കെ. സേവ് ആയി. അപ്പൊ നമ്മൾ അതിൽ സേവ് ആയി. ഇപ്പൊ ഇനി റീസ്റ്റാർട്ട് ആയാലും ഇത് പോകത്തില്ല. പോകത്തില്ല. കോൺഫിഗറേഷൻ എക്സിറ്റ് അടിച്ചിട്ട് വേണം റൈറ്റ് കൊടുക്കാൻ അല്ലേ? കോൺഫിഗറേഷനിൽ തന്നെ ഇത് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഡു റൈറ്റ് റൈറ്റ്. ഓക്കെ. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ളൂ. പിന്നെ ഒരു കാര്യം ഒരു റീസെറ്റ് കൂടി ചെയ്യണം. വോയിസ് ക്രിയേറ്റ് പ്രൊഫൈൽ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റീസെറ്റ് അടിച്ചാൽ എല്ലാ ഫോണും. എങ്ങനെയാ റീസെറ്റ്? ജസ്റ്റ് റീസെറ്റ് അടിച്ചാൽ അതിൽ കാണിക്കില്ല. ഓക്കെ. എല്ലാം ഒന്ന് റീകണക്ട് ചെയ്യാൻ വേണ്ടി കോൺഫിഗറേഷൻ എക്സിറ്റ് ആയതിനു ശേഷം ക്രിയേറ്റ് പ്രൊഫൈൽ അടിക്കില്ല. അത് കഴിഞ്ഞ പോലെ തന്നെ ജസ്റ്റ് റീസെറ്റ് അടിക്കാം. ഓക്കെ. അടിച്ചില്ലെങ്കിൽ വരും. ജസ്റ്റ് ഒരു ഓക്കെ. മറ്റേ ഫോണൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. നമുക്കിപ്പോ എക്സിസ്റ്റിംഗ് ഉള്ള സാധനം മാറ്റണമെങ്കിലോ? പേര് മാറ്റണം. ഇപ്പൊ ഇതിന്റെ പേര് മാറ്റണം. വോയിസ് രജിസ്റ്റർ DN അടിക്കാം. DN 1 എന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് നെയിം ഏതാ പുതിയ പേര് ഇനി നമ്പർ അത് തന്നെ കൊടുക്കാം. ആ സീക്വൻസിന് തന്നെ കൊടുക്കണ്ടത്. അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇതിനുള്ളിൽ കയറിയ പിന്നെ വോയിസ് രജിസ്റ്റർ DN 1 എന്ന് അടിച്ചതിന് ശേഷം നമുക്ക് നെയിം മാത്രം മാറ്റണമെങ്കിൽ നെയിം മാത്രം മാറ്റിയിട്ട് പിന്നെ ലേബലും നെയിമും മാറ്റണം, ലേബലും മാറ്റണം അല്ലേ? ആൾക്കാർ പോകുന്നത് മാറ്റേണ്ടി വരും. അതാണ് ചോദിച്ചത്. പിന്നെ അപ്പൊ ഇവിടെ മാത്രം ഈ പേര് മാത്രം ഇവിടെ മാത്രം മാറ്റിയാൽ പോരാ, മറ്റൊന്ന് രജിസ്റ്റർ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. മാറ്റിയ ജസ്റ്റ് ക്രിയേറ്റ് പ്രൊഫൈൽ അടിക്കണം. ചേഞ്ച് വരുത്തുമ്പോൾ ഇതിനുള്ളിൽ വോയിസ് രജിസ്റ്റർ ഗ്ലോബലിൽ കഴിഞ്ഞിട്ട് ക്രിയേറ്റ് പ്രൊഫൈല് പിന്നെ ഒന്ന് റീസെറ്റ് പോലെ കുറച്ച് അത്രേ ഉള്ളൂ. ചെയ്താൽ